ദിലീപും നാദൃശ്യം കൂടെ ഏതൊരു ഇൻ്റർവ്യൂവിൽ ഇരുന്നിട്ട് ഈ പുട്ടിനെ പറ്റി തള്ളുന്നത് കേട്ടപ്പോഴാണ് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു പുട്ടുള്ളത് ഞാൻ അറിയുന്നത്. അന്ന് തുടങ്ങിയ ആഗ്രഹം ഈ മാംഗോ പുട്ട് കഴിക്കണം. കോഴിക്കോട് എന്തെങ്കിലും ആവശ്യത്തിന് പോകുമ്പോൾ ബസ്സെന്നും കാറെന്നും ഓട്ടോറിക്ഷയെന്നൊക്കെ പുറത്തിങ്ങനെ ദേപ്പുട്ട് കാണാറുണ്ടെങ്കിലും ഇതുവരെ അവിടെ പോയിട്ടില്ല. അങ്ങനെ നമ്മൾ പോവാത്തതുകൊണ്ടാണെന്നോ അറിയില്ല, ദേപ്പുട്ട് ബഹ്റൈനിലോട്ട് ഇങ്ങോട്ട് വന്നു. എന്നിട്ടും പോകാൻ നേരം കിട്ടിയിട്ടില്ലായിരുന്നു. ഇന്നലെ ചുമ്മാ വെയിൽ കൊള്ളാൻ വേണ്ടി പുറത്തിറങ്ങി ഉലാത്തുമ്പോൾ ഉണ്ട് സനൽ വിളിക്കുന്നു, ദേ പൊട്ടിപ്പോയാലോ. അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്, അങ്ങനെ ഒരു പരിപാടി പെൻഡിങ്ങിലുണ്ടല്ലോ, മാംഗോ പുട്ട് കഴിച്ചു കളയാൻ. നേരെ ദേ പൊട്ടിപ്പോയി. ഒരൊറ്റ പ്രശ്നമുള്ളൂ, നോക്കുന്നിടത്തൊക്കെ ദിലീപ്. പുറത്ത് ദിലീപ്, ബോർഡിൽ ദിലീപ്, ഉള്ളിൽ ദിലീപ്, ചുമരിൽ ദിലീപ്, മെനുവിൽ ദിലീപ്, ടേബിളിൽ ദിലീപ്, ടിഷ്യൂവിൽ ദിലീപ്. ഇനിയിപ്പം സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റേഴ്സ് വരുമ്പോൾ അവരുടെ ടീഷർട്ടിലടക്കം ദിലീപ്. അങ്ങനെ വർഷങ്ങളായി കാത്തിരിക്കുന്ന മാംഗോ പുട്ട് ഞാനും ഓർഡർ ചെയ്തു. ഇറച്ചിപ്പുട്ടോ ബീഫ് പുട്ടോ അങ്ങനെ എന്തോ ഒരു പുട്ട് സനലും ഓർഡർ ചെയ്തു. എൻ്റെ പൊന്നുമക്കളെ 2 കുറ്റം പറഞ്ഞു കളയാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുത്തത്. ഒരു രക്ഷയില്ലാത്ത സാധനം, മസ്റ്റ് ട്രൈ എന്ന് പറഞ്ഞാൽ മസ്റ്റ് ട്രൈ. ഞാനിനിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് എന്തായാലും ഇത് കഴിക്കും. ഞങ്ങൾ ലഞ്ചിൻ്റെ ടൈമിലാണ് പോയത്. പക്ഷേ ഇത് ലഞ്ചായിട്ടൊന്നും കൂട്ടാൻ പറ്റില്ല, കാരണം അത്ര ക്വാണ്ടിറ്റി ഒന്നും ഉണ്ടാവില്ല. പക്ഷേ പൊളി സാധനം. അങ്ങനെ മാംഗോ പുട്ട് കഴിച്ചതിന് ശേഷം കുറച്ചുകൂടെ സ്പേസ് ഉള്ളതുകൊണ്ട് ഞങ്ങളൊരു ബിരിയാണി കൂടെ ഓർഡർ ചെയ്ത് അതുകൂടെ കഴിച്ചിട്ടാണ് വന്നത്. അതും കുഴപ്പമില്ല. അപ്പോൾ എന്ത് തന്നെയായാലും മാംഗോ പുട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ഓക്കെ, താങ്ക് യു വെരി മച്ച്.